Welcome dear students. Today's topic for discussion is EFT or electronic fund transfer. As we all know that nowadays transferring fund from one place to another or from one country to another is very much easy. This online fund transferring is possible because all banks in different countries are interlinked with each other. This facilitates easy remittance of money not only inside the country but also to any part of the world through the process of electronic fund transfer. The banks all over the world are interlinked with the help of a satellite maintained by a society named SWIFT in Europe. In India also we have an agent for the society, that is Gateway of Bombay, maintained by the Computer Maintenance Corporation of India. സോ ബേസിക്കലി EFTയിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ഇനേബിൾ ചെയ്യുന്നത് ഒരു സാറ്റലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി ആയിരിക്കും. ഈ സാറ്റലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ആൻഡ് ദ സൊസൈറ്റി ഈസ് നോൺ ആസ് സ്വിഫ്റ്റ്, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഇന്ത്യയിലും ഈ സൊസൈറ്റിക്ക് ഒരു ഏജൻറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറൊക്കെ പോസിബിൾ ചെയ്യുന്നത് ഈ ഗേറ്റ് വേ എന്ന് പറയുന്ന ഏജൻ്റ് ആയിരിക്കും. ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ബോംബെ ആൻഡ് ദാറ്റ് society or that agent of the society Gateway is maintained by Computer Maintenance Corporation of India. So basically electronic fund transfer enable ചെയ്യുന്നത് ഇതേപോലുള്ള പേപ്പർലെസ് ട്രാൻസാക്ഷൻസ് ഓർ പേപ്പർലെസ് ബാങ്കിങ് ആക്ടിവിറ്റീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദ സിസ്റ്റം ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഇസ് ഓൾസോ നോൺ ആസ് പേപ്പർലെസ് ബാങ്കിങ്. EFT is a system of transferring money from one bank account directly to another without physical exchange of paper money. Hence electronic fund transfer is also known as paperless banking. അപ്പോൾ ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ട്സ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പേപ്പർലെസ് banking. So basically the term electronic fund transfer includes the following: a card holder initiated transactions where a card holder makes use of debit card or credit card. Then electronic payments by businesses including salary payments, then electronic check clearing system, etc. So basically electronic fund transfer എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് 3 പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, കാർഡ് ഹോൾഡർ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. കാർഡ് ഹോൾഡർ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന വ്യക്തി. അയാൾ പോയിൻ്റ് ഓഫ് സെയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ATMയിലൂടെ ആയിരിക്കും ഈ ഫണ്ട് ട്രാൻസ്ഫർ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ EFT വഴി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ബിസിനസ് ഫേംസിനൊക്കെ ആണെങ്കിൽ സാലറി പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടി സാധിക്കും. ദെൻ ഇലക്ട്രോണിക് ചെക്ക് ക്ലിയറിംഗ് ഫെസിലിറ്റി, ഇതെല്ലാം ഈ EFT എന്ന് പറയുന്ന ഈ ബാങ്കിങ് ഫെസിലിറ്റിയിൽ അവൈലബിൾ ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം. EFT ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ ഇസ് മെയ്ഡ് ബൈ വൺ ബാങ്ക് ടു അനദർ ത്രൂ RBI ഇൻ 3 ways. ബേസിക്കലി 3 വേസിലൂടെ നമുക്ക് ഇലക്ട്രോണിക്കലി ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യാം. RBI മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ RBIയുടെ സൂപ്പർവിഷനിലൂടെ ആയിരിക്കും ഈ 3 വേസും നടക്കുന്നത്. ദീസ് ആർ ദ 3 ഫോംസ് ഓഫ് EFT ആൻഡ് ദാറ്റ് ഈസ് RTGS, NEFT and ECS. RTGS stands for Real Time Gross Settlement. NEFT stands for National Electronic Fund Transfer, and whereas ECS stands for Electronic Clearance Service. So these are the 3 ways through which we can transfer funds electronically. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് RTGS, Real Time Gross Settlement. RTGS is the fastest possible money transfer system through the banking channel. RTGS became operational on March 20th, 2004. 2004 സ്റ്റാർട്ട് ചെയ്ത ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റിയാണ് RTGS അല്ലെങ്കിൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് വിളിക്കാൻ വേണ്ടി കാരണം, ആ ഒരു റീസൺ നമുക്ക് നോക്കാം. Real time gross settlement system is a mechanism of transferring funds from one bank to another on a real time and on a gross basis. So we have to understand what is real time and what is gross settlement. First നമുക്ക് എന്താണ് റിയൽ ടൈം സെറ്റിൽമെൻറ്റ് നോക്കാം. A real time settlement system can make settlement on a continuous basis during the processing day. It means that payment transactions are settled as soon as they are processed. So basically real time settlement എന്ന്
ഈ RTGS ഫെസിലിറ്റീനെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്രോസസ്സാകുന്നു. അത് പ്രോസസ്സായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ ട്രാൻസാക്ഷൻസ് അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റിയൽ ടൈം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ സെറ്റിൽഡ് ആസ് സൂൺ ആസ് ദേ ആർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്ത് കഴിയുന്നു. അതിനെയാണ് റിയൽ ടൈം സെറ്റിൽമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് മെൻ ബൈ ഗ്രോസ് സെറ്റിൽമെൻറ്റ്. Gross settlement means that the settlement of funds occurs on a transaction by transaction basis. There is no clubbing or there is no bunching of a transaction with another transaction. So gross settlement basically ഇവർ പറയുവാണ്, ഇപ്പോൾ ഒരു ദിവസം A to B എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എത്ര പ്രാവശ്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു, A Bക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, B Aക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, വീണ്ടും ഒരു മണിക്കൂർ കഴിയുമ്പോൾ കുറച്ചുകൂടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, എത്ര പ്രാവശ്യം ഒരു ട്രാൻസാക്ഷൻസ് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നടന്നാലും ഓരോ ട്രാൻസാക്ഷൻസും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സെറ്റിൽ ചെയ്യുന്നത്. അത് ബഞ്ച് ചെയ്തോ അത് ക്ലബ്ബ് ചെയ്തോ സെറ്റിൽമെൻറ്റ് നടത്തുന്നില്ല. ഈച്ച് ട്രാൻസാക്ഷൻ വിൽ ഒക്കർ സെപ്പറേറ്റ്ലി. ദർ ഇസ് നോ ക്ലബ്ബിംഗ് ഓഫ് എ ട്രാൻസാക്ഷൻ വിത്ത് എനി അതർ ട്രാൻസാക്ഷൻ. അതല്ലാതെ എല്ലാ ഡെബിറ്റ്സും ക്രെഡിറ്റ്സും കൂടെ ഒന്നിച്ച് ടോട്ടൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. ഓരോ ട്രാൻസാക്ഷൻസും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും സെറ്റിൽ ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്, ഗ്രോസ് സെറ്റിൽമെൻറ്റ് പ്രോസസ്സ്. ഈ 2 ഫീച്ചർ ഈ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിനുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് റിയൽ ടൈം വിളിക്കാൻ വേണ്ടി കാരണം എന്തായിരുന്നു, ബിക്കോസ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ആർ സെറ്റിൽഡ് ആസ് സൂൺ ആസ് ദേ ആർ പ്രോസസ്ഡ്. ഹെൻസ് ഇറ്റ് ഇസ് നോൺ ആസ് റിയൽ ടൈം സെറ്റിൽമെൻറ്റ്. ഇനി ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഗ്രോസ് സെറ്റിൽമെൻറ്റ് മീൻസ് settlement of funds occurs on a transaction by transaction basis. So we can say each transactions will settled separately. There is no clubbing or there is no bunching of any transaction with any other transaction. So ഈ 2 ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് this type of electronic fund transfer is known as real time gross settlement. So first way of EFT ആയിരുന്നു RTGS. Now let's see some of the features of RTGS system. Under RTGS, interbank fund transfer takes place on a real time and on a gross basis. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 2 ഫീച്ചറാണ് മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്നത്. ഓരോ ട്രാൻസാക്ഷൻസ് ഹാപ്പൻ ചെയ്യുമ്പോഴും അത് റിയൽ ടൈമായിട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്, അതേപോലെ ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് നടക്കുന്നത്. അതാണ് ഫസ്റ്റ് ഫീച്ചർ ഓഫ് RTGS സിസ്റ്റം. സെക്കൻഡ് ഫീച്ചർ ഇസ് ദാറ്റ് ഇറ്റ് ഈസ് എ സേഫ് ആൻഡ് സെക്യൂർ സിസ്റ്റം ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ. നമുക്കറിയാം ഒബ്വിയസ്ലി ഇത് സേഫ് ആയിരിക്കും, കാരണം ഓൺലൈൻ മോഡിലൂടെ അതേപോലെ തന്നെ RBIയുടെ സൂപ്പർവിഷനിലൂടെയാണ് ഈ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഹാപ്പൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് സിസ്റ്റം ഇസ് വെരി മച്ച് സേഫ് ആൻഡ് സെക്യൂർ മോഡ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ. ദെൻ തേർഡ് വൺ ഇസ് RTGS system is meant for large value transactions. The minimum amount to be remitted through RTGS is rupees 2 lakhs. So അതായത് സ്മോൾ ഡിനോമിനേഷൻസിലുള്ള ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഒന്നും ഈ RTGS സിസ്റ്റത്തിലൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സിസ്റ്റം സപ്പോർട്ട് ചെയ്യില്ല. ഒരു മിനിമം 2 lakhs എങ്കിലും നമുക്ക് ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മാത്രമായിരിക്കും ഇതേപോലുള്ള RTGS സിസ്റ്റം ഓഫ് EFT നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻസ്, അതേപോലെ തന്നെ ബിസിനസ് നടത്തുന്നവർ, ട്രേഡേഴ്സ്, മെർച്ചൻറ്റേഴ്സ്, അതങ്ങനെയുള്ള വലിയ വലിയ എമൗണ്ടിൽ ഡീൽ ചെയ്യുന്ന ആളുകളായിരിക്കും ഈ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദ മിനിമം ലിമിറ്റ് ഓഫ് RTGS സെറ്റിൽമെൻറ്റ് ഇസ് rupees 2 lakhs. 2 lakhs എങ്കിലും മിനിമം നമ്മൾ ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. And there is no restriction regarding the maximum amount that can be remitted through RTGS. So minimum ലിമിറ്റ് ഉണ്ട്, ബട്ട് മാക്സിമം ലിമിറ്റ് ഇല്ല. മാക്സിമം എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ എത്ര കോടി രൂപ വേണമെങ്കിലും നമുക്ക് RTGS ഫെസിലിറ്റിയിലൂടെ ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യാം. Next is RTGS do not require core banking facility among the participating bank. We will discuss what is core banking facility in next session. For the time being അറിഞ്ഞിരിക്കുക, കോർ ബാങ്കിങ് ഫെസിലിറ്റിയുടെ ഒരാവശ്യവും RTGS സിസ്റ്റത്തിന് ഇല്ല. ആ ഫെസിലിറ്റിയുടെ ആവശ്യം ഇല്ല. എന്താണ് കോർ ബാങ്കിങ് എന്ന് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ next feature is that the remitting bank receives a message from RBI that money remitted has been credited to the account of the receiving bank. So remitting bank എന്ന് പറയുന്നത് the bank that initiates the
ഫണ്ട് ട്രാൻസ്ഫറിങ് പ്രോസസ്സ്. അപ്പോൾ ബേസിക്കലി RBIയുടെ സൂപ്പർവിഷനിലൂടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് മൂലം അതുകൊണ്ട് തന്നെ ഈ റെമിറ്റിംഗ് ബാങ്കിൽ RBI ആയിരിക്കും മെസ്സേജ് കൊടുക്കുന്നത്. അതായത് ഈ RTGS വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം പ്രോസസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സെറ്റിൽ ആയിട്ടുണ്ട്, അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, എല്ലാ മെസ്സേജും RBI ആയിരിക്കും ഈ റെമിറ്റിംഗ് ബാങ്കിന് കൊടുക്കുന്നത്. അതിനുശേഷം റെമിറ്റിംഗ് ബാങ്കിന് ആ ഒരു മെസ്സേജ് അപ്രൂവൽ റിസീവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ റിസീവിങ് ബാങ്ക്, അതായത് നമ്മുടെ പേയ്മെൻറ്റ് ബെനഫിഷ്യറിയുടെ ബാങ്കിനെയാണ് നമ്മൾ റിസീവിങ് ബാങ്ക് എന്ന് വിളിക്കുന്നത്, ആ ബാങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ആവുകയുള്ളൂ. സോ RBI ആയിരിക്കും കംപ്ലീറ്റ് സൂപ്പർവിഷൻ ഈ RTGS സിസ്റ്റത്തിലൂടെ നടത്തുന്നത്. Then RTGS is available on a 24/7/365 hours basis with effect from 14th December 2020. 2020 ഡിസംബറും തുടങ്ങി 24 hours കണ്ടിന്യൂസ് ഫെസിലിറ്റിയാണ് ഈ RTGS സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും RTGS ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഫണ്ട്സ് എല്ലാം. ദെൻ ലാസ്റ്റ് feature is that RBI with effect from July 1st 2019 has waived the processing charges levied by it for RTGS transaction. So 2019 July 1st മുതൽ there is no processing fee for RTGS transaction. അത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സോ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട RTGSൻ്റെ കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ പറയാം. ട്രാൻസ്ഫർ നടക്കുമ്പോൾ റിയൽ ടൈമിലും അതുപോലെ ഗ്രോസ് സെറ്റിൽമെൻറ്റ് ബേസിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റത്തിൽ നമുക്ക് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദെൻ മിനിമം ലിമിറ്റ് ഉണ്ട്. മിനിമം 2 lakhs എങ്കിലും നമ്മൾ ഇലക്ട്രോണിക്കലി ഈ RTGS സിസ്റ്റം യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. ബട്ട് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ദി മാക്സിമം എമൗണ്ട് ടു ബി റെമിറ്റഡ് ടു RTGS. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണ്, RTGS ഫെസിലിറ്റി ഡു നോട്ട് റിക്വയർ എനി കോർ ബാങ്കിങ് അറേഞ്ച്മെൻറ്റിൻ്റെ ആവശ്യം ഇല്ല. അതേപോലെ തന്നെ മെസ്സേജ് എല്ലാം കൊടുക്കുന്നത് RBI ആയിരിക്കും. അതേപോലെ 24 hours ഫെസിലിറ്റിയാണ് RTGS എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് നോ സെപ്പറേറ്റ് പ്രോസസ്സിംഗ് ഫീ ഫോർ ദിസ് electronic fund transfer system. This is the first way of transferring funds electronically, that is real time gross settlement. Second method നമുക്ക് നോക്കാം, NEFT or National Electronic Fund Transfer. NEFT was introduced in the year 2005 October. It is also a nationwide electronic payment system that uses a secure mode of transferring funds from one bank branch to another bank branch. ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് സെക്യൂർ മോഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സാണ്, മറ്റൊരു ഫെസിലിറ്റിയാണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2005 and there is no limit either minimum or maximum on the amount of funds that could be transferred using NEFT. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത RTGSൻ്റെ കേസിൽ മിനിമം ലിമിറ്റ് 2 lakh ആയിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് NEFT there is no such limit regarding either minimum or maximum amount that can be transferred using this facility. So minimum amount restriction illa, maximum amount ഒരു restriction ഇല്ല. Then NEFT system is available round the clock throughout the year on all days. അതായത് 24 hours ഫെസിലിറ്റി തന്നെയാണ് NEFT മോഡ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ ബേസിക്കലി സ്മോളർ ട്രാൻസാക്ഷൻസ് ഒന്നും നടത്താൻ വേണ്ടി സാധിക്കും. കാരണം ദർ ഇസ് നോ മിനിമം ലിമിറ്റ് അല്ലേ, മിനിമം ലിമിറ്റ് അവർ പറയുന്നില്ല. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ സേവിങ് ഹാബിറ്റ്സ് ഉള്ള നോർമൽ സേവിങ് ഡെപ്പോസിറ്റ്സ് ഉള്ള ആളുകൾക്കൊക്കെ ഈ NEFT എന്ന് പറയുന്ന ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഒരു പ്രോസസ്സിംഗ് ഫീ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. NEFT ട്രാൻസാക്ഷൻസിന് പ്രോസസ്സിംഗ് ചാർജസ് നടത്തുന്നുണ്ട്. ഒരു വളരെ ചെറിയ എമൗണ്ട് ഓഫ് പ്രോസസ്സിംഗ് ഫീ ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. ഇനി ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് ബേസിക്കലി ഈ NEFT ട്രാൻസാക്ഷൻ നടക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റെപ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ഫസ്റ്റ് സ്റ്റെപ്പ്, ആൻ ഇൻഡിവിജ്വൽ, ഫേം ഓർ കോർപ്പറേറ്റ് intending to originate the transfer of funds through NEFT has to provide details of the beneficiary. അതായത് ഇൻഡിവിജ്വൽ, ആ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു ഫേമിനോ ഒരു കോർപ്പറേറ്റിനോ ഒരു ഫണ്ട് ട്രാൻസ്ഫറിങ് പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് അവരെന്താണ് ചെയ്യേണ്ടത്? ദേ ഹാവ് ടു പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ബെനിഫിഷ്യറി. കറക്റ്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ആർക്കാണോ എമൗണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ആ എമൗണ്ട് റിസീവ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഈ ബെനിഫിഷ്യറിയും ഇറ്റ് ക്യാൻ ഐദർ ബി എ ഇൻഡിവിജ്വൽ, ഫേം ഓർ കോർപ്പറേറ്റ്. സോ ആർക്ക് വേണമെങ്കിലും ഈ NEFT ട്രാൻസാക്ഷൻ യൂസ് ചെയ്യാം.
എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും ബെനിഫിഷ്യറി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ലൈക്ക് നെയിം ഓഫ് ദി ബെനിഫിഷ്യറി, നെയിം ഓഫ് ദി ബാങ്ക് ബ്രാഞ്ച് വേർ ദി ബെനിഫിഷ്യറി ഹാസ് അക്കൗണ്ട്, ദെൻ IFSC കോഡ് ഓഫ് ദി ബെനിഫിഷ്യറീസ് ബാങ്ക് ബ്രാഞ്ച് ആസ് വെൽ ആസ് ദി അക്കൗണ്ട് നമ്പർ. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ആദ്യമേ തന്നെ ഈ NEFT ട്രാൻസാക്ഷൻ സ്റ്റാർട്ടിന് മുന്നേ ഈ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇൻ സെക്കൻഡ് സ്റ്റെപ്പ്, the originating bank branch prepares a message and sends the message to its pooling center. Pooling center is also called NEFT service center. So ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ട രണ്ട് പാർട്ടീസ് ആയിരുന്നു. ആ ട്രാൻസാക്ഷൻ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫേം, ഒരു കോർപ്പറേറ്റ്, അതേപോലെ ഒരു ബെനിഫിഷ്യറി ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഫേമോ ആവാം. അങ്ങനെ രണ്ടുപേര് വന്നു. മൂന്നാമത് വരുന്ന ഒരു പാർട്ടിയാണ് ഒറിജിനേറ്റിംഗ് ബാങ്ക്. ഒറിജിനേറ്റിംഗ് ബാങ്ക് ഇസ് ദ ബാങ്ക് ദാറ്റ് ഒറിജിനേറ്റ്സ് ദി ട്രാൻസാക്ഷൻ. ബേസിക്കലി ആർക്കാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ ഈ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത് അയാളുടെ ആ ബാങ്കിനെയാണ് നമ്മൾ ഒറിജിനേറ്റിംഗ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? ദേ പ്രിപ്പയർസ് എ മെസ്സേജ് ആൻഡ് സെൻഡ്സ് ദ മെസ്സേജ് ടു ഇറ്റ്സ് പൂളിംഗ് സെൻറ്റർ. ഒറിജിനേറ്റിംഗ് ബാങ്ക് ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ടത് ആ മെസ്സേജ് പൂളിംഗ് സെൻറ്ററിലേക്ക് പാസ് ചെയ്യുന്നു. പൂളിംഗ് സെൻറ്റർ ഇസ് ഓൾസോ നോൺ ആസ് NEFT സർവീസ് സെൻറ്റർ. സോ അഡീഷണൽ ആയിട്ട് രണ്ട് പാർട്ടീസോടെ വന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്നത് ആ ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ദെൻ ബെനിഫിഷ്യറി, തേർഡ് കംസ് ദി ഒറിജിനേറ്റിംഗ് ബാങ്ക്, നെക്സ്റ്റ് പാർട്ടിയാണ് NEFT സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ NEFT പൂളിംഗ് സെൻറ്റർ. സ്റ്റെപ്പ് 3 എന്താണെന്ന് നോക്കാം. The pooling center forwards the message to the NEFT clearing center. Actually, it is operated by National Clearing Cell, Reserve Bank of India, Mumbai, to be included for the next available batch. അതായത് പൂളിംഗ് സെൻറ്റർ എന്ത് ചെയ്യുന്നു? മെസ്സേജ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ they'll forward this message to another center and that is known as NEFT clearing center. ഒരു ന്യൂ പാർട്ടിയോടെ വരുവാണ് NEFT clearing center. So as of now there are 5 parties in this NEFT transaction. The person who originates the transaction, then the beneficiary, then originating bank, NEFT service center and at last NEFT clearing center. ഒരു പാർട്ടിയോടെ വരുന്നുണ്ട്, അത് ലാസ്റ്റ് സ്റ്റെപ്പിലായിരിക്കും വരുന്നത്. ഇനി ക്ലിയറിംഗ് സെൻറ്ററിൽ എന്ത് ചെയ്യുന്നു? മെസ്സേജ് ഈ പൂളിംഗ് സെൻറ്റർ ക്ലിയറിംഗ് സെൻറ്ററിലോട്ട് മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അവർക്ക് ആ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ അവരെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദേ സോർട്ട് ദ ഫണ്ട്സ് transfer transactions destination bank wise and prepares accounting entries to receive the funds from the debit, that is originating banks, and gives the funds credit to the destination bank. അവരെന്ത് ചെയ്യുന്നു? ഈ ക്ലിയറിംഗ് സെൻറ്ററിൽ മെസ്സേജ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അക്കൗണ്ടിങ് എൻട്രീസ്, ആ ട്രാൻസാക്ഷൻ്റെ അക്കൗണ്ടിങ് എൻട്രീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അതേപോലെ ഡെസ്റ്റിനേഷൻ ബാങ്ക്, അതായത് ആ പെയ്ഡ് ബാങ്ക്, ബെനിഫിഷ്യറിയുടെ ബാങ്കിനെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ബാങ്ക് എന്ന് വിളിക്കുന്നത്. സോ ഡെസ്റ്റിനേഷൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളായിരിക്കും ആ മെസ്സേജ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്ലിയറിംഗ് സെൻറ്റർ ചെയ്യുന്നത്. ഓക്കെ. In the last step, the destination banks receives the inward remittance message from the clearing center and pass on the credit to the beneficiary account. Last step il endu cheyunu? Destination bankine clearing center il ninnum message forward ചെയ്ത് കിട്ടുന്നു. ആ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? ആ ബെനിഫിഷ്യറിയുടെ റെസ്പെക്റ്റീവ് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ബേസിക്കലി NEFT ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ നടക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ദ ഇൻഡിവിജ്വൽ, ഫേം ഓർ കോർപ്പറേറ്റിംഗ് ഇൻറ്റൻഡിങ് ദ ഫണ്ട് ട്രാൻസ്ഫർ വിൽ പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ബെനിഫിഷ്യറി. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ദ ഒറിജിനേറ്റിംഗ് ബാങ്ക്, അതായത് ഇപ്പോൾ ഞാനാണ് ഒരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എൻ്റെ ബാങ്കിനെ വിളിക്കുന്ന പേരാണ് ഒറിജിനേറ്റിംഗ് ബാങ്ക്. ദ ഒറിജിനേറ്റിംഗ് ബാങ്ക് ബ്രാഞ്ച് വിൽ പ്രിപ്പയർസ് എ മെസ്സേജ് ആൻഡ് സെൻഡ്സ് ദ മെസ്സേജ് ടു പൂളിംഗ് സെൻറ്റർ. പൂളിംഗ് സെൻറ്റർ ഇസ് ഓൾസോ നോൺ ആസ് NEFT സർവീസ് സെൻറ്റർ. ദെൻ ഇനി NEFT സർവീസ് സെൻറ്റർ എന്ത് ചെയ്യുന്നു? അവർക്ക് മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ ദ പൂളിംഗ് സെൻറ്റർ ഓർ NEFT സർവീസ് സെൻറ്റർ വിൽ ഫോർവേഡ് ദ മെസ്സേജ് ടു അനദർ സെൻറ്റർ നോൺ ആസ് NEFT ക്ലിയറിംഗ് സെൻറ്റർ. NEFT ക്ലിയറിംഗ് സെൻറ്റർ വിൽ സോർട്ട്സ് ദി funds transactions and they will also prepare various accounting entries. Then they'll at last they'll forward this message to the destination banks. The destination banks once receive the message, they'll credit the beneficiary's account. So basically different parties involved in this NEFT transaction are the person who is initiating the fund transfer, their originating bank, then the beneficiary's destination bank, then NEFT service center, NEFT
ക്ലിയറിംഗ് സെൻറ്റർ. ഇത്രയും പാർട്ടീസാണ് ഈ NEFT എന്ന് പറയുന്ന ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അതായിരുന്നു സെക്കൻഡ് മോഡ് ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ലാസ്റ്റ് നമുക്ക് നോക്കാം ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസ്. ഇറ്റ് ടേക്സ് 2 ഫോംസ്, ECS ക്രെഡിറ്റ് ആൻഡ് ECS ഡെബിറ്റ്. എന്താണ് നമുക്ക് ECS നോക്കാം. It is a mode of electronic funds transfer from one bank account to another bank account using the services of a clearing house. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറിയുടെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെൽപ്പോട് കൂടെ നമ്മൾ ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് EFT ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസ്. സോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത RTGS അതേപോലെ NEFTയും വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണ്, ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻ്റർമീഡിയറി കൂടെ വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഇൻ്റർമീഡിയറി ഓർ എൽസ് വി ക്യാൻ കോൾ ദ ഏജൻറ്റ് ഇസ് നോൺ ആസ് ക്ലിയറിംഗ് ഹൗസ്. എന്താണ് ബേസിക്കലി ക്ലിയറിംഗ് ഹൗസ്? ക്ലിയറിംഗ് ഹൗസ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് that facilitates exchange of payments, securities, etc. They are also responsible for settling trade accounts, clearing the trades, regulating the delivery of securities, reporting trade data, then collecting and maintenance of payments. So basically clearing house എന്ന് പറയുന്ന ഇൻ്റർമീഡിയറിയുടെ ഹെൽപ്പോട് കൂടെയാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസ്. ഈ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയാൻ കാരണം എന്താണ്, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അക്കൗണ്ടിങ് എൻട്രീസ്, അതുപോലെ ആ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്, അതേപോലെ ഇപ്പോൾ ഒരു ഗുഡ്സ് ആണ് നമ്മൾ സെക്യൂരിറ്റിയാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡെലിവറി കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ട്രേഡ് സെറ്റിൽമെൻറ്റ്, ട്രാൻസാക്ഷൻസ്, അതിൻ്റെ റെക്കോർഡ് എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഇൻ്റർമീഡിയറിയാണ് നമ്മുടെ ക്ലിയറിംഗ് ഹൗസ്. സോ ബേസിക്കലി ക്ലിയറിംഗ് ഹൗസ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ that facilitates the exchange of payments, securities, etc. They are also responsible for settling various trade accounts, then clearing the trades, regulating the delivery of securities, reporting the trade data or as well as collecting and remittance of payments. ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് വിളിക്കുന്നത്. ഈ ക്ലിയറിംഗ് ഹൗസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്. 2 രീതിയിൽ നമുക്ക് ECS ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി സാധിക്കും. ദാറ്റ് ഈസ് ECS ക്രെഡിറ്റ്സ് ആസ് വെൽ ആസ് ECS ഡെബിറ്റ്സ്. എന്താണ് ECS ക്രെഡിറ്റ് നമുക്ക് ആദ്യം നോക്കാം. ബൾക്ക് ട്രാൻസ്ഫേഴ്സ് ഫ്രം വൺ അക്കൗണ്ട് ടു മെനി അക്കൗണ്ട്സ്. അതായത് ഒരു പേഴ്സൺ ഒരുപാട് അക്കൗണ്ടിൽ നിന്നും ഒരൊറ്റ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഒരുപാട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരുപാട് പേയ്മെൻറ്റ്സ് നടത്താറുണ്ട്. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പല ബാങ്ക്സിലേക്ക്, അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ്സ് ചിലപ്പോൾ പല ബാങ്ക് അക്കൗണ്ട്സിലേക്കായിരിക്കും എനിക്ക് നടത്തേണ്ടത്. ഇപ്പോൾ ഒരു ബാങ്കിൽ എനിക്ക് ഡിവിഡൻഡ് കൊടുക്കാനുണ്ടാവും, ചിലപ്പോൾ ഒരു ബാങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ ബിൽ പേയ്മെൻറ്റ് നടത്താനുണ്ടാവും. സോ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ബൾക്കായിട്ട് ഒരു സമയത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ECS ക്രെഡിറ്റ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ECS credit is used when an institution is required to make bulk or repetitive payments in the form of dividend to shareholders, interest to investors, salary, pension to employees, etc. So basically ECS credit എന്ന് പറയുന്ന ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. ബൾക്കായിട്ടുള്ള പേയ്മെൻറ്റ്സ് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ് ECS ക്രെഡിറ്റ്. അവർ എന്തൊക്കെ പേയ്മെൻറ്റ്സ് നടത്താനായിരിക്കും? ബേസിക്കലി ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്താൻ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്താൻ, അതേപോലെ അവരുടെ എംപ്ലോയീസിന് സാലറി, പെൻഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി അവർ ബൾക്കായിട്ട് ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി അവരെന്താണ് അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് നോക്കാം. ദ ECS യൂസർ, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളിവിടെ ECS യൂസർ എന്ന് പറയുന്നത്, അതായത് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന വ്യക്തി. The ECS user has to prepare a list of beneficiaries to whom payments are to be made and hand over one to the approved clearing house. നമ്മൾ ആർക്കൊക്കെയാണ് എമൗണ്ട് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലെങ്കിൽ ഏതൊക്കെ എംപ്ലോയീസിനാണ് നമ്മൾ സാലറീസ് കൊടുക്കേണ്ടത്, അവരുടെ എല്ലാം കറക്റ്റായിട്ടുള്ള ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് വി ഹാവ് ടു ഹാൻഡ് ഓവർ ദാറ്റ് ഡീറ്റെയിൽസ് ടു ദി ക്ലിയറിംഗ് ഹൗസ്. സോ ഫസ്റ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ECS യൂസർ ചെയ്യേണ്ടത് എന്തായിരുന്നു? ബെനിഫിഷ്യറിയുടെ ലിസ്റ്റ്, അവരുടെ ഡീറ്റെയിൽസ് പ്രിപ്പയർ ചെയ്യുക, അത് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം? ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള, അതായത് RBI അപ്രൂവ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്ലിയറിംഗ് ഹൗസിന് ട്രാൻസ്ഫർ ചെയ്യണം. The clearing house makes a single debit to the account of the ECS user
ത്രൂ ദി അക്കൗണ്ട് ഓഫ് ദി സ്പോൺസേഴ്സ് ബാങ്ക്. അതായത് ECS യൂസർ, ഇതിപ്പോൾ ഞാനാണ് ഒരു എമൗണ്ട്, ഞാനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാനാണ് ഒരുപാട് ഫണ്ട്സൊക്കെ ട്രാൻസ്ഫർ വേണ്ടി പോകുന്നതെങ്കിൽ എന്നെയാണ് ECS യൂസർ എന്ന് വിളിക്കുന്നത്. എൻ്റെ ബാങ്കിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പോൺസർ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ആൻഡ് ക്രെഡിറ്റ്സ് ദി അക്കൗണ്ട് ഓഫ് ദി ബെനിഫിഷ്യറീസ് ബാങ്ക് ഫോർ മേക്കിംഗ് onward credit to the accounts of individual beneficiaries. There is no value limit on the amount of individual transactions under this service. So ECS ട്രാൻസാക്ഷൻ ഞാൻ നടത്താൻ വേണ്ടി പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ സ്പോൺസർ ബാങ്കിനെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസും ആരെ ഏൽപ്പിക്കുന്നു? ക്ലിയറിംഗ് ഹൗസിനോടും പറയുന്നു. സോ ക്ലിയറിംഗ് ഹൗസ് എന്ത് ചെയ്യുന്നു? ഈ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു മെസ്സേജ്, ഇത്രയും കാര്യങ്ങൾ ഇനി നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോവാണ്, ഇത്രയും ഫണ്ട് ട്രാൻസ്ഫർ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഈ കാര്യങ്ങൾ എൻ്റെ റെസ്പെക്റ്റീവ് ബാങ്കായ സ്പോൺസറിങ് ബാങ്കിനെ അറിയിക്കുന്നു. സ്പോൺസറിങ് ബാങ്ക് ഈ ക്ലിയറിംഗ് ഹൗസിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അപ്രൂവൽ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ദേ വിൽ ഡെബിറ്റ് മൈ അക്കൗണ്ട് ആസ് വെൽ ആസ് ദേ വിൽ ക്രെഡിറ്റ് ദി അക്കൗണ്ട് ഓഫ് റെസ്പെക്റ്റീവ് ബെനിഫിഷ്യറീസ് ബാങ്ക് അക്കൗണ്ട്. കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഞാനൊരു 10,000 റുപ്പീസാണ് പല സ്ഥലത്തേക്ക് കൊടുക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ ആ സ്പോൺസർ ക്ലിയറിംഗ് ഹൗസിൻ്റെ കയ്യിൽ നിന്നും ഒരു മെസ്സേജ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ സ്പോൺസറിങ് ബാങ്ക് എൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കളയുന്നു. അത് കഴിഞ്ഞ് ആർക്കൊക്കെയാണ് എമൗണ്ട് പോകാനുള്ളത് ആ റെസ്പെക്റ്റീവ് ബെനിഫിഷ്യറീസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അതിൻ്റെ എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ഈ ECS മെത്തേഡ് വഴി ട്രാൻസ്ഫർ ചെയ്യാം. ദർ ഇസ് നോ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ്. അതാണ് ECS ക്രെഡിറ്റ്. എനിക്ക് ഒരുപാട് പേർക്ക് എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ. ഇനി അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ECS ഡെബിറ്റ്. ഒരുപാട് പേര് എനിക്ക് എമൗണ്ട് തരാനുണ്ട്, എല്ലാം കൂടെ വേരിയസ് പ്ലേസിൽ അല്ലെങ്കിൽ വേരിയസ് ബാങ്ക് അക്കൗണ്ട്സിൽ നിന്നുകൊണ്ട് എമൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാനുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റിയാണ് ECS ഡെബിറ്റ്. ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് എമൗണ്ട്സ് ഫ്രം മെനി അക്കൗണ്ട്സ് ടു വൺ അക്കൗണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ECS debit is used when an institution is required to recover an amount by raising a debit at the prescribed frequency from many customers in the form of a telephone or electricity charges, house tax, water tax, loan installments, etc. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് ഒരുപാട് അല്ലെങ്കിൽ ബൾക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് എമൗണ്ട് റിക്കവർ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ECS ഡെബിറ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നു. ബേസിക്കലി ഇലക്ട്രിസിറ്റി ചാർജ്, ഹൗസ് ടാക്സ്, വാട്ടർ ടാക്സ്, ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ റിക്കവർ ചെയ്യുന്നത്. The ECS user has to collect an authorization which is called ECS mandate for raising such debits. അതായത് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് എന്താണ്? ഒരു ECS മാൻഡേറ്റ് ശരിയാക്കി എടുക്കണം. അതെനിക്ക് ക്ലിയറിംഗ് ഹൗസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. The ECS user has to submit the data in specified form through the sponsor bank to the clearing house. ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ECS മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ എൻ്റെ ബാങ്കോട് ഹെൽപ്പോടുകൂടെ, അതായത് എൻ്റെ സ്പോൺസറിങ് ബാങ്കിൻ്റെ ഹെൽപ്പോടുകൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലിയറിംഗ് ഹൗസിന് ഈ ഡാറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് എവിടെ നിന്നൊക്കെയാണ് എനിക്ക് എമൗണ്ട് റിസീവ് ചെയ്യേണ്ടത് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അവരുടെ ലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയറിംഗ് ഹൗസ് ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? റെസ്പെക്റ്റീവ് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ളത് അവരുടെ അക്കൗണ്ട്സൊക്കെ ഡെബിറ്റ് ചെയ്യുന്നു. ആ ഫണ്ട്സ് എല്ലാം കളക്ട് ചെയ്ത് എൻ്റെ സ്പോൺസറിങ് ബാങ്കിൻ്റെ അക്കൗണ്ടിലിടുന്നു. അപ്പോൾ എൻ്റെ സ്പോൺസറിങ് ബാങ്ക് അക്കൗണ്ടിൽ റെസ്പെക്റ്റീവായിട്ട് ക്രെഡിറ്റ് നടക്കുന്നു. ദ ക്ലിയറിംഗ് ഹൗസ് വുഡ് പാസ് ഓൺ ദി ഡെബിറ്റ് ടു ദി ഡെസ്റ്റിനേഷൻ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഓർ കസ്റ്റമേഴ്സ് ത്രൂ ദി ക്ലിയറിംഗ് സിസ്റ്റം and credit the sponsor bank's account for onward credit to the account of ECS user. സോ രണ്ട് രീതിയിലാണ് ബേസിക്കലി ECS ട്രാൻസാക്ഷൻ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നത്. ഇറ്റ് കൻ ഐദർ ബി ECS ക്രെഡിറ്റ് ഓർ ECS ഡെബിറ്റ്. ECS ക്രെഡിറ്റിലാണെങ്കിൽ നമ്മൾ ഒരുപാട് പേർക്ക് ബൾക്കായിട്ട് പേയ്മെൻറ്റ് നടത്താറുണ്ടെങ്കിലാണ് നമ്മൾ ഈ ECS ക്രെഡിറ്റ് ചൂസ് ചെയ്യുന്നത്. വേറാസ് ബൾക്കായിട്ട് എനിക്ക് എമൗണ്ട് ഇങ്ങോട്ട് റിക്കവർ ചെയ്യാനുള്ളതെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു? ECS ഡെബിറ്റ് എന്ന് പറയുന്ന ഫെസിലിറ്റി ചൂസ് ചെയ്യുന്നു. രണ്ട് ഫെസിലിറ്റിയിലും 3 പാർട്ടീസ് ആയിരിക്കും ബേസിക്കലി ഇൻവോൾവ് ആയിട്ടുള്ളത്. ആ ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന വ്യക്തി, അതേപോലെ ബെനിഫിഷ്യറി, ദെൻ ഒരു ക്ലിയറിംഗ് ഹൗസ്, ഒരു ഇൻ്റർമീഡിയറി ഉണ്ടാവും, പിന്നെ ഒരു സ്പോൺസറിങ് ബാങ്ക് ഉണ്ടാവും. സോ രണ്ട് ട്രാൻസാക്ഷനിലും ECS ഡെബിറ്റിലായിക്കോട്ടെ ECS ക്രെഡിറ്റിലായിക്കോട്ടെ there is an intermediary and that intermediary is known as clearing house. So it is a mode of electronic fund transfer from one bank to another bank using the services of an intermediary known as clearing house. എന്താണ് clearing house? Clearing house is a financial institution that facilitates the exchange of payments. ട്രാൻസാക്ഷൻസ് ഒക്കെ സെറ്റിൽ ചെയ്യാനും പേയ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ
സെക്യൂരിറ്റീസിൻ്റെ ഡെലിവറി എനേബിൾ ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ് ക്ലിയറിംഗ് ഹൗസ്. ഇവരുടെ ഹെൽപ്പോട് കൂടെ എനിക്ക് 2 രീതിയിൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് സാധ്യമാണ്, ECS ക്രെഡിറ്റ് ആസ് വെൽ ആസ് ECS ഡെബിറ്റ്. I hope you all understood. Thank you so much.